നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിതാ വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ. വേൾഡ് കപ്പിൻ്റെ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസ് ആരംഭിച്ച സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ട? എവിടെയും വേൾഡ് കപ്പിൻ്റെ ചൂടില്ല, ആരവം പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമുഖ ചാനലുകൾ പോലും വാർത്ത കൊടുത്തിരുന്ന ഒരു സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ടാവും. നമുക്കൊക്കെ എന്തായാലും ആശ്വാസമായിട്ടുണ്ട്. നല്ല രൂപത്തിൽ ഫുട്ബോൾ ജ്വരം നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ്. നമ്മൾ ഒരുമിച്ചാണ് ഇതിനെ മുന്നോട്ട്, ഈ ഒരു ആവേശത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ വേൾഡ് കപ്പും പൊളിച്ചെടുക്കും. യാ നമ്മൾ പറയാറില്ലേ, നമ്മുടെ സ്ലോഗൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വേൾഡ് കപ്പ് ഈസ് റാഫ് ടോക്ക് റെഡി ടു ലീഡ് കേരള ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാഫ് ടോക്ക് ഫാമിലി, നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആവേശം കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനാണല്ലോ നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത്. ഈ പോഡ്കാസ്റ്റ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിരവധി സുഹൃത്തുക്കൾ അത് ഉപയോഗപ്പെടുത്തി അവരുടെ നാട്ടിലെ ഫുട്ബോൾ ആവേശം, അവരുടെ നാട്ടിലെ ഫ്ലെക്സുകൾ, അതുപോലെ ഓരോ ടീമിൻ്റെ അവരുടെ പ്രതീക്ഷകൾ, പ്രിഡിക്ഷൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം. ഈ വേൾഡ് കപ്പിന് നമുക്ക് പരസ്പരം സംവദിക്കാനുള്ളൊരു വേദിയായിട്ട് ഈ കമ്മ്യൂണിറ്റി ടാബ് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഇതുവരെ വേൾഡ് കപ്പ് നേടിയിട്ടുള്ള രാജ്യങ്ങൾ, വേൾഡ് കപ്പ് നേടാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഓരോ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഇനി വേൾഡ് കപ്പ് അല്ലാതെ മൊത്തത്തിൽ നമ്മൾ എടുത്താൽ ഈ വേൾഡ് കപ്പിനെത്തുന്ന ഓൾഡസ്റ്റ് പ്ലെയർ, ഈ വേൾഡ് കപ്പിനെത്തുന്ന ഏറ്റവും അധികം അന്താരാഷ്ട്ര ഗോളുള്ള കളിക്കാരൻ, ഈ വേൾഡ് കപ്പിനെത്തുന്ന ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കണക്കുകൾ, അതോടൊപ്പം ഈ വേൾഡ് കപ്പിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫേവറിറ്റുകൾ ആരാണ്, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഏതായാലും വേൾഡ് കപ്പ് വിന്നിങ് ടീമുകൾ ഇതുവരെ 2026 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ വേൾഡ് കപ്പ് ഇന്ന് വരെ വിജയിച്ചിട്ടുള്ള 7 ടീമുകളാണ് ഈ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത്. വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത മുൻ ചാമ്പ്യന്മാരുണ്ടെങ്കിൽ അത് ഇറ്റലി മാത്രമാണ്. ഇറ്റലി എന്ന് പറഞ്ഞാൽ 4 തവണ വേൾഡ് കപ്പ് നേടിയവരാണ്. 1934-ലും 1938-ലും 1982-ലും 2006-ലും വേൾഡ് കപ്പ് നേടിയ ആ ടീം ഇത്തവണ വേൾഡ് കപ്പിനില്ല. തുടർച്ചയായി 2-3 വേൾഡ് കപ്പുകളായിട്ട് യോഗ്യതയില്ലാതെ ഇറ്റാലിയൻ ഫുട്ബോൾ താഴേക്ക് കൂപ്പുകുത്തുന്ന നിരാശജനകമായ അവസ്ഥ ആരാധകർക്ക് വലിയ സങ്കടമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ മുൻ വിജയികളായിട്ടുള്ള 7 ടീമുകൾ ഈ വേൾഡ് കപ്പിന് എത്തുന്നുണ്ട്. ഉറുഗ്വായ് 1930-ലും 1950-ലും വേൾഡ് കപ്പ് നേടിയവരാണ്. പക്ഷേ അവരുടെ ജേഴ്സിയിൽ 4 സ്റ്റാറുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ കാരണം മുമ്പുണ്ടായിരുന്ന 2 ഒളിമ്പിക് മെഡലുകൾ, അന്ന് വേൾഡ് കപ്പിന് ഇത്ര പ്രാധാന്യമില്ലാത്ത, വേൾഡ് കപ്പ് ഇല്ലാത്ത ഘട്ടമായതുകൊണ്ട് അതിനെ ഫിഫ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ആ 4 സ്റ്റാറുകൾ. ജർമ്മനി 4 വേൾഡ് കപ്പ് നേടിയ ജർമ്മനി ഈ വേൾഡ് കപ്പിനുമുണ്ട്. 1954-ലും 1974-ലും 1990-ലും 2014-ലുമാണ് അവർ വേൾഡ് കപ്പ് നേടിയിരുന്നത്. ബ്രസീൽ 5 തവണ വേൾഡ് കപ്പ് നേടിയ ബ്രസീൽ ഈ വേൾഡ് കപ്പ് കളിക്കാനുണ്ട്. 1958-ലും 1962-ലും 1970-ലും 1994-ലും 2002-ലുമായിട്ടാണ് ബ്രസീൽ വേൾഡ് കപ്പ് നേടിയത്. ഇംഗ്ലണ്ട് 1 തവണ വേൾഡ് കപ്പ് നേടിയ ഇംഗ്ലണ്ടും ഈ വേൾഡ് കപ്പിനുണ്ട്. 1966-ലാണ് അവർ വേൾഡ് കപ്പ് നേടിയിരുന്നത്. അർജൻറ്റീന 3 തവണ വേൾഡ് കപ്പ് നേടിയ ടീമാണ്. 1978-ലും 1986-ലും 2022-ലും വേൾഡ് കപ്പ് നേടിയ അവരിതാ ഈ വേൾഡ് കപ്പിൽ മറ്റൊരു കിരീടം ചൂടാൻ തയ്യാറായി വരുന്നു. ഫ്രാൻസ് ആവട്ടെ 2 തവണ വേൾഡ് കപ്പ് നേടിയ ടീമാണ്. 1998-ലും 2018-ലും വീണ്ടും അവർ വേൾഡ് കപ്പിനെത്തുന്നു. സ്പെയിന് 2010 മാത്രം വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ടീമാണ്. അവരും ഈ വേൾഡ് കപ്പിൽ വളരെ പ്രതീക്ഷയോടുകൂടി എത്തുന്ന ടീമാണ്. അപ്പോൾ ഇതിൽ ഇത്തവണ ആര് നേടും? അതല്ല, ഇത്തവണ നേടാൻ പോകുന്നവരിൽ ഈ ടീമുകളല്ലാതെ മറ്റൊരു ടീം ഉണ്ടാകുമോ? നെതർലൻഡ്സിന് വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ആരാധകരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നെതർലൻഡ്സ് ടീമിൻ്റെ ഒരു അവസ്ഥ വെച്ച് അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് കണ്ടറിയണം. ജർമ്മനിക്ക് എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഈ ടീമുകളൊന്നുമല്ലാതെ വേൾഡ് കപ്പ് പ്രതീക്ഷിക്കുന്ന ടീമാണ് പോർച്ചുഗൽ. പോർച്ചുഗൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ടീമുകൾ ഈ പറഞ്ഞ പോലെ ഈ 7 മുൻ ചാമ്പ്യന്മാരെ കൂടാതെ
അതിലേക്ക് ആഡ് ചെയ്യേണ്ട സ്ട്രോങ്ങസ്റ്റ് കാൻഡിഡേറ്റുകൾ അതിലൊന്ന് പോർച്ചുഗൽ തന്നെയാണ്. നമുക്കറിയാലോ, പോർച്ചുഗലിന് മേജർ കിരീടമൊന്നും ഇല്ലാതിരുന്ന ഘട്ടത്തിലാണ് അവർ ഒടുവിൽ 2016 ആ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. പിന്നീട് അവർ 2 നേഷൻസ് ലീഗ് കിരീടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ ജർമ്മനിയെ, സ്പെയിനിനെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ആ നേഷൻസ് ലീഗ് കിരീടത്തിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ ഫേവറിറ്റുകൾ ആരാന്ന് ചോദിച്ചാൽ ഈ 8 ടീമുകൾ നമ്മൾ പറയണം. സ്പെയിനും ജർമ്മനിയും ഫ്രാൻസും അർജൻറ്റീനയും അവർക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. കഴിഞ്ഞ 4 വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരാണ് അവർ. 2010 സ്പെയിനും 2014 ജർമ്മനിയും 2018 ഫ്രാൻസും 2022 അർജൻറ്റീനയും. ഏറ്റവും അധികം സാധ്യത ഇപ്പോഴും ഈ ടീമുകൾക്ക് കൽപ്പിക്കുന്നവരുണ്ട്. സ്പെയിനിന് വലിയ സാധ്യത, ഒപ്പം തന്നെ ഫ്രാൻസ്. ജർമ്മനി ഏതായാലും കഴിഞ്ഞ 2 തവണയും ഫസ്റ്റ് ഗ്രൂപ്പ് പുറത്തായതാണ്, പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായതാണ്. പക്ഷേ ഇത്തവണ അവർ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയിലാണ്. പിന്നെ അർജൻറ്റീന നിലവിലെ ചാമ്പ്യന്മാരായിട്ട് ശക്തമായിട്ട് തന്നെ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ട ഒരു ഗുഡ് വില്ലുള്ള ടീം നെതർലൻഡ്സാണ്. 2010 അവർ 2ാമതായിരുന്നു, 2014 3ാമതായിരുന്നു. ഒപ്പം തന്നെ ബെൽജിയം 2018 3ാമതായിരുന്നു, 2022 മൊറോക്കോ 4ാമതായിരുന്നു. ആ ടീമുണ്ട്. അതുപോലെ ക്രൊയേഷ്യ 2018 അവർ 2ാമതായിരുന്നു. കഴിഞ്ഞ തവണ അവർ സെമി ഫൈനലിൽ കളിച്ച ടീമാണ്. അപ്പോൾ ഈ ടീമുകൾക്കൊക്കെ ഇത്തവണയും നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഏറ്റവും വലിയ ഫേവറിറ്റ്സ് ആരാന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഉത്തരങ്ങൾ പലർക്കും പറയാനുണ്ടാവും. പക്ഷേ സ്പെയിനിൻ്റെ പേരാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും വലിയ ഫേവറിറ്റ്സ് ഇത്തവണ ഫ്രാൻസ് ആണെന്നാണ്. ദിദിയർ ദശാമിൻ്റെ കീഴിൽ അവരത്രയും കരുത്തുറ്റൊരു ടീമും കൊണ്ട് വരുമ്പോൾ വീണ്ടും അവർ ലോക കിരീടം ചൂടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാലും നല്ല വെല്ലുവിളി മറ്റു ടീമുകൾ ഉയർത്തും. സ്പെയിനാവട്ടെ, ഇപ്പം അർജൻറ്റീനയാവട്ടെ, ജർമ്മനി ആവട്ടെ, ബ്രസീലും പോർച്ചുഗലും ഒക്കെ നല്ല വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ ഈ വേൾഡ് കപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഒരു സുപ്രധാന ഘടകമാണ്. പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള മാത്രം പ്രഷർ ഹാൻഡ്ലിങ് ആവില്ല. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ താരങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? 4 താരങ്ങൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച 4 താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. അപ്പോൾ അതവർക്ക് സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് UCL PSG താരങ്ങൾ നേടിയത്. അതവർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഫ്രഞ്ച് ടീമിലും കാണും. ഇപ്പോൾ ഡംബലെ പോലെയുള്ള, വാറൻസെ എമറിയെ പോലെയുള്ള, ബർക്കോലയെ പോലെയുള്ള ഒക്കെ താരങ്ങളെ നമുക്ക് ആ തരത്തിലാണ് കാണാൻ കഴിയേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അധികം മത്സരങ്ങൾ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ ഇപ്പോൾ ഈ 48 ടീമുകളിൽ 26 പ്ലെയേഴ്സിൽ, ഒരു ടീമിൽ 26 പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ക്യാപ്പുകൾ ഏത് ടീമിനായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ മോസ്റ്റ് സീനിയർ ഇൻ്റർനാഷണൽ ക്യാപ്പുകൾ ഉള്ളത് ആർക്കാണെന്ന ചോദ്യം വരുമ്പോൾ അർജൻറ്റീന 1224 ഇൻ്റർനാഷണൽ ക്യാപ്പുകൾ അവരുടെ താരങ്ങളുടെ മൊത്തം കളികൾ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ 1119 അവരെക്കാൾ മുകളിലുള്ളത് മെക്സിക്കോയാണ്, 1195. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഫുട്ബോളേഴ്സ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ 3 ടീമുകളെയായിട്ടും മുന്നിൽ കാണാൻ പറ്റുക. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരം അവരുടെ കൂടെയാണ്, പോർച്ചുഗലിൻ്റെ കൂടെയാണ്, 226 മത്സരങ്ങൾ. പിന്നെ 100 മത്സരങ്ങൾ കടന്ന ഒരാളുള്ളത് അവർക്ക് ബെർണാഡോ സിൽവയാണ്, 107 മത്സരങ്ങൾ. ബ്രൂണോ ഫെർണാണ്ടസ് 87 മത്സരവും റൂബൻ ഡയസ് 74 മത്സരവുമായിട്ട് തൊട്ട് പിന്നിൽ നിൽക്കുന്നു. അർജൻറ്റീനയുടെ കാര്യത്തിൽ നോക്കുക, 75 മത്സരങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച 6 താരങ്ങൾ അവർക്കുണ്ട്. അത് അവരുടെ ടീമിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വളരെ വലുതായിരിക്കും. എന്ന് പറയുമ്പോൾ ലയണൽ മെസ്സി 198 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആളാണ്. 200 അന്താരാഷ്ട്ര മത്സരം കളിച്ച ഒരേ ഒരാളെ ഇപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിലുള്ളൂ, അത് ക്രിസ്ത്യാനോയാണ്. ക്രിസ്ത്യാനോക്ക് പിന്നാലെ ഈ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി 200 അന്താരാഷ്ട്ര മത്സരങ്ങളിലേക്ക് എത്തും. ഓട്ടാമെൻറ്റി 130 അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടുണ്ട്. ഡീബോൾ 85 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പരേഡസ് 85 മത്സരം കളിച്ചിട്ടുണ്ട്. ടാഗ്ലിയാഫിക്കോയും ലൗട്രോ മാർട്ടിനസും 75 വീതം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും കൊണ്ടാണ് അർജൻറ്റീന വരുന്നത്. അർജൻറ്റീന ടീമിൻ്റെ ഏറ്റവും വലിയ ഗുണവും അതാണ്. കുറേ കാലമായിട്ട് ഒരുമിച്ച് കളിക്കുന്ന സൂപ്പർ പ്ലെയേഴ്സ് അവരുടെ കൂടെയുണ്ട്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 4 പേര് 75 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ കളിച്ചവരുണ്ട്. നെയ്മറാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരം കളിച്ചൊരു താരം ഇപ്പോൾ ബ്രസീൽ ടീമിലുള്ളത്, 128 അന്താരാഷ്ട്ര മത്സരങ്ങൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അലട്ടുമോ എന്നുള്ളൊരു ഒരു ആശങ്ക ആരാധകർക്കുണ്ട്.
എങ്കിലും അദ്ദേഹം ഫിറ്റാകും എന്ന് തന്നെ ആഞ്ചലോട്ടി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. മാർക്കിന്യോസ് 104 മത്സരങ്ങൾ, നെയ്മർ 128 ആണെങ്കിൽ മാർക്കിന്യോസ് 100 കടന്ന ഒരു താരമുള്ളത് പിന്നെ മാർക്കിന്യോസാണ്. 104 അന്താരാഷ്ട്ര മത്സരങ്ങൾ. കാസമിറോ 85 അന്താരാഷ്ട്ര മത്സരങ്ങളും ആലിസൺ 77 അന്താരാഷ്ട്ര മത്സരങ്ങളുമായിട്ട് 75 എന്നുള്ള ആ ലൈൻ ക്രോസ് ചെയ്തവരായിട്ടുണ്ട്. ജർമ്മനിയുടെ ടീമിലും 4 താരങ്ങൾ ഈ പറഞ്ഞ പോലെ 75 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ കളിച്ചവരുണ്ട്. അതിലിപ്പോൾ മാനുവൽ ന്യൂയർ തന്നെയാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. അദ്ദേഹം വിരമിച്ചതാണ്, 2024 വിരമിച്ച് പോയ ആളാണ്. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്ന് ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ചുമതല ഏൽപ്പിക്കുകയാണ്. സോ മാനുവൽ ന്യൂയർ 124 ക്യാപ്സ്. അദ്ദേഹം ഒന്നാമത് ജർമ്മനിയുടെ കാര്യത്തിൽ. കിമ്മിച്ച് 109 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ഒപ്പമുണ്ട്. റൂഡിഗർ 82 സനെ 75 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സനെ ഇപ്പോൾ അത്ര മികച്ച ഫോമിൽ അല്ലാതിരുന്നിട്ടും ടീമിലേക്ക് എടുക്കുമ്പോൾ ജൂലിയൻ നഗൽസ്മാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഈ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലോ ഈ പറഞ്ഞ പോലെ 75 അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുകളിൽ കളിച്ച 4 താരങ്ങളുണ്ട്. ഹാരി കെയ്ൻ 112 അന്താരാഷ്ട്ര മത്സരങ്ങളും, ഹെൻഡേഴ്സൺ 89 അന്താരാഷ്ട്ര മത്സരങ്ങളും, സ്റ്റോൺസ് 87 അന്താരാഷ്ട്ര മത്സരങ്ങളും, പിക്ഫോർഡ് 82 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എംബാപ്പെ മാത്രമാണ് ഈ 75 അന്താരാഷ്ട്ര മത്സരങ്ങളെക്കാൾ കൂടുതൽ കളിച്ചിട്ടുള്ളത്, 96 അന്താരാഷ്ട്ര മത്സരങ്ങൾ. അപ്പോൾ താരതമ്യേന എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ഗ്രൂപ്പാണ് എന്ന് അവിടെ പറയേണ്ടി വരും. സ്പെയിൻ്റെ കാര്യത്തിലോ നമുക്കറിയാലോ, ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച അവരുടെ കളിക്കാരൻ റോഡ്രിയാണ്, 61 മത്സരങ്ങൾ. അത് പിന്നെ എല്ലാവർക്കും അറിയാം, സ്പെയിന് താരതമ്യേന യുവ ടീമുമായിട്ടാണ് വരുന്നത്. പക്ഷേ ആ യുവ ടീമിനും ഈ പോരടിക്കാനുള്ളൊരു പോരാട്ട വീര്യവും അതുപോലെ തന്നെ ക്ലബ് ഫുട്ബോൾ തലത്തിൽ പ്രഷർ മത്സരങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് തന്നെ അവർ ആ ഒരു പ്രകടനം നടത്തും. പിന്നെ കഴിഞ്ഞ യൂറോ കപ്പിലെ വിജയത്തിൻ്റെ ആത്മവിശ്വാസം അവർക്ക് ഏതായാലും ആ ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ എക്സ്പീരിയൻസ്ഡ് ഗ്രൂപ്പ് എന്നുള്ളത് ഇത്തരം പ്രഷർ സിറ്റുവേഷനുകളെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കും. ഇനി ഓരോ ടീമിൻ്റെയും പ്ലെയേഴ്സ് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഉള്ള താരങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് ഏത് ടീമിലെ താരങ്ങളാണ്? അപ്പോൾ ആ കാര്യത്തിൽ പോർച്ചുഗൽ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്, 255 ഗോളുകളുമായിട്ട്. പോർച്ചുഗലിൻ്റെ മൊത്തം താരങ്ങളുടെ ഗോളിൻ്റെ കണക്കെടുത്താൽ 255 ഗോളുകളാണ് അവരടിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അതിൽ ക്രിസ്ത്യാനോയുടെ ഗോൾ നേട്ടം തന്നെയാണ് സിംഹഭാഗവും. രണ്ടാമത് അർജൻറ്റീന വരുന്നത് 218 ഗോളുകളാണ് അവരുടെ മൊത്തം താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇതുവരെ നേടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്ത താരങ്ങൾ അന്താരാഷ്ട്ര ഗോളുകൾ അടിച്ചതിൻ്റെ ടോട്ടലാണ് ഈ പറയുന്നത്. അതേസമയം ഇപ്പം മൂന്നാമത് വരുന്നത് ഉറുഗ്വായ് 174 ഗോളുകൾ അവരുടെ താരങ്ങളെല്ലാവരും കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നമുക്കറിയാലോ, CR7 143 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു. മെസ്സി 116 ഗോളുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നു. 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം വീണ്ടും വലിയ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്ത്യാനോക്ക് 41 വയസ്സും 4 മാസവും. അദ്ദേഹത്തേക്കാൾ കൂടുതൽ പ്രായം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കോട്ട്ലൻഡിൻ്റെ ഗോൾ കീപ്പർ ഹേർട്സ്, അദ്ദേഹം 1982 ഡിസംബർ 31 ജനിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്ത്യാനോയേക്കാൾ പ്രായം കൂടുതലുണ്ട്. അദ്ദേഹമായിരിക്കും ഇപ്പോൾ മോസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് പ്ലെയർ എന്ന് പറയാവുന്നത്. എന്നാൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം ഇൻ്റർനാഷണൽ ക്യാപ്പുകൾ നേടിയ ക്രിസ്ത്യാനോ, ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ള ക്രിസ്ത്യാനോ, ഏറ്റവും അധികം ഫൈനൽസ് കളിച്ചിട്ടുള്ള വേൾഡ് കപ്പ് ഫൈനൽസ്, അതിപ്പോൾ റൊണാൾഡോ, മെസ്സി എന്ന് പറഞ്ഞാൽ ഫൈനൽസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മത്സരം എന്നല്ല, ക്വാളിഫയർ കഴിഞ്ഞാൽ പിന്നെയുള്ള വേൾഡ് കപ്പ് ടൂർണമെൻറ്റിന് വേൾഡ് കപ്പ് ഫൈനൽസ് എന്നാണ് പറയുക. അതിപ്പോൾ 6 വേൾഡ് കപ്പ് ഫൈനൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുകയാണെ, സെമി ഫൈനൽ കഴിഞ്ഞാൽ ഫൈനൽ എന്നല്ല, ക്വാളിഫയർ കഴിഞ്ഞാൽ ഫൈനൽസ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതിപ്പോൾ റൊണാൾഡോ, മെസ്സി, ഒച്ചാവോ എന്നിവരാണ് 6ാമത്തിന് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ഇവരുടെയൊക്കെ ലാസ്റ്റ് ഡാൻസ് കൂടിയാണ്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ ഫേവറേറ്റുകൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫ്രാൻസ് എന്ന്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ചർച്ചകളുമായിട്ട്, ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കൂടുതൽ വിഷയങ്ങളും ഒക്കെ ആയിട്ട് റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം.